ഇന്നത്തേത് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ആ സന്തോഷത്തിന് വഴി തെളിയിച്ചതാവട്ടെ ഈ നന്നമുക്ക് മണലേറക്കാവ് ക്ഷേത്രവും. അപ്പോൾ ഇവിടെ നമ്മുടെ കഥ തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം കണ്ണൻകുട്ടി. കണ്ണൻകുട്ടിയുടെ യഥാർത്ഥ പേര് ദേവി കൃഷ്ണ എന്നാണ് കേട്ടോ. ഇത് അവൻ്റെ അമ്മ ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്ന് കണ്ണൻകുട്ടിക്ക് ഈ മണലേറക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് ചോറൂണ് നടക്കുകയാണ്. ഞാനും നിറ്റും വളരെ യാദൃശികമായിട്ടാണ് ഈ ചോറൂണിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമ്മൾ അവരുടെ കൂടെ തന്നെയാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ചോറൂണിൽ പങ്കെടുക്കാനുണ്ടായ സാഹചര്യവും വളരെ യാദൃശികമായിരുന്നു. അങ്ങനെ എന്തു തന്നെയായാലും ഞങ്ങളെല്ലാവരും കൂടെ കണ്ണൻകുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അമ്പലത്തിലെത്തി. ഈ സമയം സിന്ധു ചേച്ചി, ഇതാണ് കണ്ണൻകുട്ടിയുടെ അമ്മാമ്മ, സിന്ധു ചേച്ചി ചോറൂണിനുള്ളതൊക്കെ ചീട്ടാക്കി വന്നു. നമ്മൾ പായൊക്കെ വിരിച്ച് വിളക്കൊക്കെ വെച്ച് ഇനി കണ്ണൻകുട്ടിക്ക് ചോറ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ തൊഴുതു. അങ്ങനെ പായൊക്കെ വിരിച്ചത് കണ്ണൻകുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി കണ്ണൻകുട്ടീനെ മടിയിലിരുത്തി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവന് പായസവും നെയ്യും ചോറും ഉപ്പും എല്ലാം ചേർത്ത് ചോറ് കൊടുത്തു. അതിനുശേഷം സിന്ധുവേച്ചിയും ചോറ് കൊടുത്തു കേട്ടോ. ഇവരെനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് അത്രയും ആത്മബന്ധമുള്ള പ്രിയപ്പെട്ടവർ, അത്രയേ എനിക്ക് അതിനെ വിവരിക്കാനാവുള്ളൂ. അങ്ങനെ അവർ ചോറ് കൊടുത്തതിന് ശേഷം നിറ്റുകുട്ടിയും ചോറ് കൊടുത്തു കേട്ടോ. നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് അന്ന് ഇതിൽ പങ്കെടുക്കുന്നത്. കാരണം കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ എനിക്കോ നിറ്റുവിനോ ചോറ് കൊടുക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല. അവർ ചോറ് കൊടുത്തതിന് ശേഷം നമ്മളോടും കൂടെ ഉണ്ണിക്ക് ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം അത്രയും സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. അങ്ങനെ നിറ്റുവും ചോറ് കൊടുത്തു. നിറ്റുകുട്ടി ചോറ് കൊടുത്തതിന് ശേഷം ഞാനും കണ്ണൻകുട്ടിക്ക് ചോറ് കൊടുത്തിരുന്നു കേട്ടോ. പായസം കുറച്ച് വായിൽ വെച്ച് കൊടുത്തിരുന്നു. അവൻ ആദ്യമൊക്കെ കഴിക്കുമ്പോൾ നീരസം കാണിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി. അങ്ങനെ ഞാനും അവന് കുറച്ച് പായസം മാത്രം എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നീ ചോറൂണിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതും നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ആയതുകൊണ്ട് അത്രമേൽ സന്തോഷം. അങ്ങനെ ചോറൊക്കെ കൊടുത്ത് ശ്രീകുട്ടി അവൻ്റെ മുഖത്തുള്ള ചോറൊക്കെ കളയാട്ടോ. ഉണ്ണിയുടെ മുഖത്തൊക്കെ കുറച്ച് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ മെല്ലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നിവിടെ വെച്ചത് നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇന്ന് ജൂൺ 28 ഉണ്ണികൾക്ക് പൾസ് പോളിയോ ഉള്ള ദിവസമാണ്. 2 ഉണ്ണികളെയും കൊണ്ട് നമ്മൾ നേരെ നഴ്സറിയിൽ പോയി 2 ഉണ്ണികൾക്കും നമ്മൾ പോളിയോ ഒക്കെ കൊടുത്തു. നിറ്റും ആദ്യം പോളിയോ കൊടുക്കുന്ന സമയത്ത് കരച്ചിലായിരുന്നു, കണ്ണൻകുട്ടിയും പോളിയോ കൊടുക്കുന്ന സമയത്ത് കരച്ചിലായിരുന്നു. പിന്നെ രണ്ടുപേരും കരച്ചിലൊക്കെ നിർത്തി പോളിയോ കൊടുത്തതിൻ്റെ മാർക്കൊക്കെ ചെയ്തു 2 ഉണ്ണികൾക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്നത്തെ ഈ ഒരു ദിവസം അങ്ങനെ ഇവരോടൊപ്പം ചിലവഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി കേട്ടോ.